പാകിസ്ഥാൻ ജയിലിലായതോടെ അസിം മുനീർ സ്വയം ജയിച്ചെങ്കിലും ജനപ്രീതി കുത്തനെ ഇടിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇമ്രാൻഖാന് മത്സരിക്കാൻ സാധിക്കാതെ വന്നതോടെ ജനരോഷം ശക്തമായി. എങ്ങുമുയരുന്ന പ്രതിഷേധം ഷഹബാസ് സർക്കാരിന് എതിരല്ല, അസിം മുനീറിന്റെ പട്ടാളത്തിന് എതിരെയാണ്. ബലൂചിസ്ഥാനിൽ വിഘടനവാദം അതിന്റെ ഉച്ചസ്ഥായിയിലും എത്തി. ട്രെയിൻ ആക്രമണം മാത്രമല്ല, ദിവസവും എന്നതുപോലെ തട്ടിക്കൊണ്ടുപോകലും കൊലപാതകവും നടക്കുന്നുണ്ട്. പട്ടാളവും സർക്കാരും നിസ്സഹായരായി തുടരുന്ന സ്ഥിതി. എല്ലാത്തിനും പുറമെ പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധിയും. രോഷം മുഴുവൻ സൈന്യത്തിന് നേരെയായ സമയത്താണ് പഹൽഗാം ആക്രമണം നടക്കുന്നത്. പട്ടാളത്തിനെതിരായ ജനരോഷത്തെ തിരിച്ചുവിടാൻ മുനീർ നേരിട്ട് നടത്തിയ ഓപ്പറേഷൻ എന്ന ആരോപണം ഈ സാഹചര്യത്തിലാണ് ഉയരുന്നത്. പഹൽഗാമിലെ ആരോപണങ്ങളൊന്നും നിഷേധിക്കാതെ പട്ടാളം അത് പൊൻതൂവൽ പോലെ കൊണ്ടു നടക്കുകയുമാണ്. പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങളിലും കാണിക്കുന്ന പരാക്രമങ്ങളിലും അസീം മുനീറാണ് ഒന്നാം പ്രതി. ജനാധിപത്യമല്ല, പട്ടാളമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നതിനാലാണ് ചൈനയ്ക്കും തുർക്കിക്കും അസർബൈജാനും അപ്പുറം ആരും പാകിസ്ഥാനെ പിന്തുണയ്ക്കാത്തതും.